ഹായ്, വെൽക്കം ബാക്ക് ടു ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ് ആപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഓൺ എക്സാം ഒക്കെ ആവാനായി. ഓൺ എക്സാമിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണിത്. നമ്മൾ പഠിക്കാനുള്ള എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണിത്. എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളെ നോട്ടും ടെക്സ്റ്റും ഒക്കെ എടുത്ത് വെച്ചിട്ട് വേണം വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് അല്ലേ. ആറ്റത്തിൻ്റെ ഘടന, അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ, 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതെന്തായാലും നന്നായിട്ട് കൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചിട്ട് വേണം അടുത്ത ഇതിലേക്ക് പോകാം. കാരണം 10ാം ക്ലാസ് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിക്കുന്നത് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഉപകാരപ്പെടും, ഓൺ എക്സാമിന് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ 10ാം ക്ലാസ് SSLC എക്സാമിന് വരെ ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്റർ. ഇതും ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പീരിയോഡിക് ടേബിളും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കൺസെപ്റ്റ് തറവാക്കിയ ശേഷം തുടങ്ങാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം? സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിങ്ങൾക്ക് അറിയാം, മോളിക്യൂൾസ് ചേർത്തിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, ആറ്റത്തിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ടേബിൾ നോക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഷുഗർ സബ്സ്റ്റൻസ് ആണ്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് ആരൊക്കെയാണ്? കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടാണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത ഗ്ലൂക്കോസ് എന്താണ്? കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ തുടങ്ങിയുള്ള മോളിക്യൂൾസ് കൂട്ടിച്ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. ഈ ഒരു ടേബിൾ നോക്കി വെക്കുക. അതിനകത്ത് ഈ ഒരു സ്ട്രക്ചർ, അതായത് ഷുഗറിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും സ്ട്രക്ചർ നിങ്ങൾ ഒരെണ്ണം പഠിച്ചാൽ മതി. വാട്ടർ പിന്നെ എല്ലാവർക്കും അറിയാം, H2O ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ അല്ലേ? അപ്പം ഈ ഗ്ലൂക്കോസ് നോക്കുക. ഗ്ലൂക്കോസ് C6H12O6 ഇതല്ലേ, ഇതിന്റെ നേരെ ഇരട്ടിയാണ് നമ്മുടെ ഷുഗർ എന്ന് പറയുന്നത്. ഇത് ഗ്ലൂക്കോസ് ആണെങ്കിൽ ഷുഗർ എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഇരട്ടിയാ. C12H24O എന്ന് പറയുന്നത് 12. കണ്ടോ? 24 അല്ല, 22 കേട്ടോ, സോറി 22. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് എന്താണ്, നമുക്കറിയാം ആറ്റത്തിൻ്റെ ഉള്ളിൽ ഒരാറ്റം ഇതാണെങ്കിൽ ആറ്റത്തിൻ്റെ ഉള്ളിൽ ആരുണ്ട്? നമുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. ഇയാളെ നമ്മൾ പറയുന്ന പേരെന്താണ്? ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിങ്ങൾ എപ്പോഴും ആറ്റം വരയ്ക്കുന്ന സമയത്ത് ന്യൂക്ലിയസും അതിൻ്റെ ഉള്ളിൽ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും നമ്മൾ മാർക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. ഇതാണ് നമ്മുടെ ആറ്റത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ പ്രോട്ടോണ് ന്യൂട്രോണ് അത് കൂടാണ്ട് വേറെ 2 ഇലക്ട്രോണ്. ഈ പ്രോട്ടോണ് ന്യൂട്രോണിനെയും ഇലക്ട്രോണിനെയും ഒക്കെ പറയുന്ന പേരാണ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസുകൾക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയൊരു എക്സ്പെരിമെന്റ് ആണിത്, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. അതിനകത്ത് ഇലക്ട്രോണുകൾ അവർ കണ്ടുപിടിച്ചു. ഇതാണ് ഒരു എക്സ്പെരിമെന്റൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. ഇതൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേ, ഇതില്ലാത്തൊരു 9ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും പഠിക്കണം. ഓക്കെ അല്ലേ? ഇമ്പോർട്ടൻസ്. അതുപോലെ എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിന് റീസൺ എന്താണ്? അത് പാത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്തു നമുക്ക് ഒരു ഷാഡോ ഇൻഡിക്കേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ പോയിന്റ്, അതായത് കാഥോഡ് റേ ഹാവ് മാസ്. അതുപോലെ തന്നെ എന്താണ്, കാഥോഡ് റേ ടു അട്രാക്ട് ടുവേർഡ്സ് ദി പോസിറ്റീവ് ചാർജ് ബിക്കോസ് ദേ ഹാവ് എ നെഗറ്റീവ് ചാർജ്. അപ്പൊ കാഥോഡ് റേ എന്ന് പറയുന്നത് എന്ത് ചാർജ് ആണ്? കാഥോഡ് റേ ഈസ് നെഗറ്റീവ് ചാർജ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് പ്രോട്ടോൺ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പ്രോട്ടോൺ കണ്ടുപിടിച്ച ആളാരാണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ച ആളാണ് ആര്? നമ്മുടെ യുഗ്ലിൻ ഗോൾഡ്സ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഇവരെ എഴുതിയത് ആരാണ്? നമ്മുടേത് റൂദർഫോർഡ് ആണ് എന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ടുള്ളത് റൂദർഫോർഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക. അപ്പൊ റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അതുപോലെ തന്നെ പ്ലം പുഡിംഗ് മോഡൽ, ഈ ഓരോ മോഡൽസും ഇപ്പം ഒരു പേപ്പർ എടുക്കുക, പേപ്പറിന്റെ ഉള്ളിൽ 2 കോളങ്ങൾ വരയ്ക്കുക. ഒന്ന് മോഡല്, ഒന്ന് സയന്റിസ്റ്റ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാര് ഇങ്ങനെ വരയ്ക്കുക. മോഡൽസ് ഓരോന്ന്, പ്ലം പുഡിംഗ് മോഡൽ, പിന്നെ റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, അങ്ങനെ തുടങ്ങിയുള്ള കീ വേർഡ്സ് ഒക്കെ ഒരു സ്ഥലത്ത് എഴുതിയ ശേഷം ഇതൊക്കെ ആര് കണ്ടുപിടിച്ചു എന്നുള്ളത് അടുത്ത സൈഡിൽ എഴുതിയിട്ട് അങ്ങനെ എഴുതി ക്ലിയർ കട്ടായിട്ട് പഠിക്കണം. ഓരോ മാർക്കിനും 2 മാർക്കിനും 4 മാർക്കിനും മാച്ച് ദ ഫോളോയിങ് ഒക്കെ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? അടുത്തത് റൂദർഫോർഡ് എങ്ങനെയൊക്കെയാണ് ബ്രീഫായിട്ട് റൂദർഫോർഡ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് ഒബ്സർവേഷൻ ഒക്കെയാണ് ഇത്, അത് നോക്കണം. അതുപോലെ തന്നെ അവരുടെ ബ്രീഫ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൂദർഫോർഡിന്റെ ലിമിറ്റേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂറോൺ കണ്ടുപിടിച്ച ആളാണ് ഈ ഒരു മഹാൻ, അത് ആലോചിക്കണേ.
ഓക്കെ. ഇനി നീൽസിന്റെ ബോറാറ്റം മോഡൽസിലാണ് നമുക്ക് എന്ത് മനസ്സിലായത്? നമുക്ക് 1 2 3 എന്ന് പറഞ്ഞിട്ട് ഒരു ഷെല്ലുകൾക്ക് അപ്പുറം എന്താണ് നമുക്ക് 1 2 3 നമ്പർ ചെയ്തിട്ട് ഒരു ഓർബിറ്റൽസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇതാ KLMN എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി ഇതാ പ്രോട്ടോൺ എവിടെയാ കാണുന്നത്? ചാർജ് എന്താണ്? ഇലക്ട്രോൺ എവിടെയാ കാണുന്നത്? ചാർജ് എന്താണ്? ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം പോവാൻ. ഇനി ആറ്റോമിക് നമ്പറും മാസ് നമ്പറും. ഒരു ആറ്റത്തിന്റെ ഇപ്പം X എന്ന് പറയുന്ന ഒരു ആറ്റം, ഒരു സിമ്പൽ എന്ന് പറഞ്ഞാൽ ഇതൊരു സാങ്കല്പിക സിമ്പലാണ് കേട്ടോ. ഇതൊരു സിമ്പലാണ്. സിമ്പലിന്റെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു നമ്പർ ഉണ്ടാവും, ഇവിടെ കൊടുത്തിരിക്കുന്ന വേറൊരു നമ്പർ ഉണ്ടാവും. ഈ നമ്പർ എന്താണ്? ഇതെന്ന് പറയുന്നത് എന്താണ്? ആറ്റോമിക് നമ്പർ ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മാസ് നമ്പർ ആണ്. ഇത് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ പറ്റൂലേ? ആ കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. 4 മാർക്കിന് ചോദിക്കും. അതുകൂടാണ്ട് ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനും കൂടി പഠിക്കണം. അതായത് ഇതിന്റെ എത്രയാണോ ആറ്റോമിക് നമ്പർ ഉള്ളത് അതനുസരിച്ചിട്ടായിരിക്കണം എന്ത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇപ്പൊ 2 8 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നില്ല നമ്മള് ആ സാധനം. ഓക്കെ. അടുത്തത് ഈ ഒരു ടേബിളിലുള്ള എല്ലാ ആളുകളുടെയും ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ, പ്രോട്ടോൺ, ന്യൂട്രോൺ, നമ്പർ ഓഫ് ന്യൂട്രോൺ, ഇലക്ട്രോൺ എല്ലാം കണ്ടുപിടിച്ചിട്ട് വേണം പോവാൻ വേണ്ടി. അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്? ഇതാ കേശലിൽ എത്ര ആൾക്കാരെയാണ്? 2. അതെങ്ങനെ കിട്ടി? ഈ 2n² എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ആണ്. n എന്ന് പറഞ്ഞ എന്താണ്? ഓർബിറ്റലിന്റെ നമ്പർ. ഇവിടെ 2 × 1². 2 × 1² എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പൊ എത്രയാണ്? 2 ആണ്. അതുകൊണ്ടാണ് കേശലിൽ നമുക്ക് എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റുന്നത്? 2 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എന്നിലോ? n എന്ന് പറഞ്ഞ എത്രയാണ്? എന്നിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് 2n² എടുക്കുക. അപ്പം n എന്ന് പറഞ്ഞ എത്രാമത്തെ ഷെല്ലാണ്? 4ാമത്തെ ഷെല്ലാണ്. അതുകൊണ്ട് തന്നെ 4². അപ്പൊ 2 × 4² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16. അപ്പൊ 16നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 32. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ആൾക്കാർ ഇവിടെ പറ്റും? 32 ആൾക്കാരെ പറ്റും. 32 ഇലക്ട്രോണുകളെ പറ്റും. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു ആറ്റോമിക് നമ്പർ തരും, അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയ ശേഷം ഇങ്ങനെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ, അതായത് 2 8 3 ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം നിങ്ങൾക്ക് കിട്ടി. ഇനി ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു ന്യൂക്ലിയസ് വരയ്ക്കുക. ഇവിടെ N-ഉം P-യും ഇടുക. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിന്റെ ഉള്ളിലുണ്ടല്ലോ. ഇത് K-ഷെല്ല്. K-ഷെല്ല് എത്ര ആൾക്കാരെ പറ്റും? ഇത് K ആണ്, L ആണ്, M ആണ്. അതുകൊണ്ട് തന്നെ 3 ഷെല്ല് വരയ്ക്കുക. ഓക്കെ അല്ലേ? ഇനി K-ഷെല്ലിൽ എത്ര ആൾക്കാരെ പറ്റും? K-ഷെല്ലിൽ 2 ആൾക്കാരെ, 2 ഇലക്ട്രോൺ ഇട്ടു. ഇനി L ഷെല്ലിൽ എത്ര ആൾക്കാരെ പറ്റും? 8 ആൾക്കാരെ. 1 2 3 4 5 6 7 8. ഇനി M ഷെല്ലിൽ എത്ര ആൾക്കാരെ പറ്റും? N ഷെല്ലിൽ എത്ര ആൾക്കാരെ പറ്റും? 3 1 2 3. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളെ, ഇലക്ട്രോണുകളെ. അതായത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്. അടുത്ത് ഐസോടോപ്പ് കണ്ടല്ലോ. ഈ സ്ട്രക്ചർ ഇതുപോലെ ചിലപ്പോൾ ചോദിക്കും. എന്നിട്ട് ഐസോടോപ്പ് എഴുതാൻ വേണ്ടി പറയും. ഈ സാധനങ്ങൾ പഠിക്കുക. അടുത്ത എന്താണ്? നമ്മുടെ ഐസോടോപ്പ് എന്താന്ന് പഠിക്കണം. ഐസോടോപ്പിന്റെ യൂസസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഐസോടോപ്പിന്റെ യൂസസ്. അതുപോലെ തന്നെ എന്താ? നമ്മുടെ ഐസോബാർസ്, അതാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവരും പഠിക്കണം. എന്തൊക്കെയാണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ആറ്റോമിക് മാസ്, മാസ് നമ്പർ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഒക്കെ കണ്ടുപിടിക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിക്കണം. അത് ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഐസോബാർ, ഐസോടോപ്പ് പഠിക്കണം. അതുപോലെ തന്നെ വേറെ എന്താണ്? നമ്മുടെ മോഡൽസുകൾ എന്തൊക്കെയാണ്, ആരൊക്കെ കൊണ്ടുവന്നു, എന്തൊക്കെയാണ് പറയുന്നത്, റൂദർഫോർഡിന്റെ ലിമിറ്റേഷൻസ് പഠിക്കണം. അതുപോലെ തന്നെ കാഥോഡ് റേ പഠിക്കണം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ പഠിക്കുക. അടുത്ത നമ്മുടെ ആളാണ് എന്ത്? അടുത്ത ചാപ്റ്റർ ആണ് എന്ത്? നമ്മുടെ പീരിയോഡിക് ടേബിൾ അല്ലെ? പീരിയോഡിക് ടേബിൾ ഇതും നമ്മുടെ 10ാം ക്ലാസ്സിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കി എന്താണ് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പം ഇതിനകത്ത് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് മോഡേൺ പീരിയോഡിക് ലോ. മോഡേൺ പീരിയോഡിക് ലോ എന്താണ്? നമ്മുടെ ആറ്റോമിക് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എലമെന്റുകളെ അറേഞ്ച് ചെയ്യുന്നത് പഠിച്ചു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ആറ്റോമിക് മോഡേൺ പീരിയോഡിക് ലോ. അതുപോലെ തന്നെ എന്താണ് പീരീഡ്, എന്താണ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ എന്താണ് ഏതൊക്കെയാണ് നമ്മുടെ ഹാർഡ് മെറ്റൽസ്, ഏതൊക്കെയാണ് നമ്മുടെ സോഫ്റ്റ് മെറ്റലും അതുപോലെ തന്നെ ഹാർഡ് മെറ്റൽസ് ഏതൊക്കെയാണ്, എക്സാമ്പിൾ പഠിക്കണം. അതുപോലെ തന്നെ എന്താണ് പീരീഡ്, എന്താണ് നമ്മുടെ
ഗ്രൂപ്പ്. അതുപോലെ തന്നെ വേറെ എന്താണ്, ഇതെന്ന് പറയുന്നത് മെറിറ്റ്സ് ആണ്. മെറിറ്റ്സ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. 3 മാർക്കിനും 4 മാർക്കിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടന്റ്. ഇത് നമ്മുടെ പീരിയോഡിക് ടേബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പൊസിഷൻ, പീരിയോഡിക് ടേബിളിൽ നമുക്ക് പൊസിഷൻ എങ്ങനെയാണ് കൊണ്ടുവന്നത്, അപ്പോൾ എത്ര പീരീഡ് ഉണ്ട്, എത്ര ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ഓരോന്നും എങ്ങനെയാണ് വന്നത് എന്നൊക്കെ പഠിച്ചു. ഇതിൻ്റെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇപ്പോൾ ഇവിടെ എത്രയാണ്, 3 ആറ്റോമിക് നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം? കേഷനിൽ എത്ര ആൾക്കാർ, 2, പിന്നെ എത്ര 2, പിന്നെ എത്ര ആൾക്കാരുണ്ട്, 1 കൂടി ആയ 3 ആയില്ലേ. അതുപോലെ ഇനി നമുക്കൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്, ഇപ്പം 2, 8, 8, 1. അങ്ങനെയാണെങ്കിൽ ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി, ആറ്റോമിക് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് മൊത്തത്തിൽ ആഡ് ചെയ്താൽ മതി. എത്രയാണ്? 2, 8, 8, 16, 16, 2, 18, 18, 1, 19. അപ്പൊ ഇതിന്റെ ആള് 19 ആണ്. 19ന്റെ പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് K. ഓക്കെ അല്ലേ? അതുപോലെ കണ്ടുപിടിക്കണം. അടുത്ത മെയിൻ ഗ്രൂപ്പ് എലമെന്റ്. ആരൊക്കെയാണ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ് എന്ന് പറയുന്നത്? 1 മുതൽ 2 ഗ്രൂപ്പുകളും 13 മുതൽ 18, 1, 2 ഗ്രൂപ്പും 13 to 18 വരെയുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെയിൻ ഗ്രൂപ്പ്. ഇതിന്റെയൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ആപ്പിൽ അപ്ലോഡ് ചെയ്താണ് കാണുക. അതുപോലെ തന്നെ ഈ സാധനങ്ങൾ പഠിക്കണം. പിന്നെ മെയിൻ ഗ്രൂപ്പ് എലമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ എന്താണ്, നമുക്ക് ഇത് നമ്മൾ പഠിച്ചതാണ്. ഇനി ഇവിടെ എന്ന് പറയുന്നത് ലാസ്റ്റ് സബ് ഷെൽ എത്രയാണോ, എത്ര ഇലക്ട്രോൺ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് നമ്പർ 1. അതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ടർ മോസ്റ്റ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കിയാൽ മതി. ഇവിടെ എത്രയാണ്? 2. അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര വരും? 2ാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പൊ ഗ്രൂപ്പ് നമ്പർ കാണാൻ വേണ്ടിയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ, അത് ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇനി പീരീഡുകൾ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് പീരീഡ് എന്ന് പറയുന്നത്? എന്താണ്? നമ്മുടെ നമ്പർ ഓഫ് ഷെല്ലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത്. ഇനി നോബിൾ ഗ്യാസസ് ഏതൊക്കെയാണ്, എവിടൊക്കെയാണ്, എന്തൊക്കെയാണ് പഠിച്ചതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ട്രാൻസിഷൻ എലമെന്റ്. എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ് എന്ന് പേര് വന്നത്? അവർക്ക് എന്താവുക? അവരുടെ മെൽറ്റിംഗ്, അതായത് അവരുടെ എന്ത് മെറ്റാലിക് എലമെന്റ്, അത് മെറ്റൽസ് കൂടുതൽ നിന്ന് കുറവിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡ്, അതായത് ഇപ്പുറത്തും മെറ്റൽസ് കൂടിയ ആളും കുറവുള്ള ആളുകളുമാണ്. ഇവിടെയാണ് എന്താ, അവർ ഒന്നുമില്ലാത്ത ആളുകളുള്ളത്. അതുകൊണ്ട് തന്നെ അവരെന്ത് പറയും? ട്രാൻസിഷൻ എലമെന്റ് എന്ന് പറയും. അതുപോലെ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും. പിന്നെ സൈസ് ഓഫ് ആറ്റം ഡിപ്പെൻഡ്സ് അപ്പോൺ ന്യൂക്ലിയർ ചാർജ് ആൻഡ് നമ്പർ ഓഫ് ഷെൽസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ആ രണ്ട് പോയിന്റുകൾ പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക്. ഇനി 3rd ചാപ്റ്ററിൻ്റെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് കൃത്യമായിട്ട് പഠിക്കുക. പഠിച്ച ശേഷം ലെറ്റർ സക്സസിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ ടീച്ചർ ഇട്ട് തരുന്ന PDF നോട്ട് ഉണ്ടാവും. ആ PDF നോട്ട് അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസിന് ആൻസർ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവുക. നന്നായിട്ട് പഠിക്കുക. നമ്മൾ അടുത്ത വർഷം 10ാം ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് 30% ഓഫ് മാർക്ക്, 30% മാർക്കില്ലാത്ത ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ പിന്നീട് ഇതിന് പഠിക്കണം എന്നൊക്കെയാണ് ഗവൺമെന്റിന്റെ ഓർഡർ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്താണ് അതിൻ്റെ ഒരു സീരിയസ്നെസ് എടുത്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ച് പഠിക്കുക. ഇനിയും സമയമുണ്ട്, ഇനി പഠിച്ചാൽ മതി. നമുക്ക് ഇപ്പം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പബ്ലിക് എക്സാമിന് വരെ ഉപകരിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പഠനം പോകുന്നത്. ഈ ഒരു പഠനം ഓൺ എക്സാം കൊണ്ട് തീരുകയല്ല, നമുക്ക് പബ്ലിക് എക്സാമിനും കൂടി വേണം എന്നുള്ള ധാരണയോട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ വരുന്ന ചാപ്റ്ററാണ്. എല്ലാവരും കഷ്ടപ്പെട്ടാൽ കിട്ടുന്നൊരു ചാപ്റ്റർ, പഠിക്കാൻ പറ്റുന്നൊരു ചാപ്റ്റേഴ്സും കൂടിയാണ് നമ്മുടെ 9th ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? കുറച്ച് കഷ്ടപ്പെടാണ്ട് നമുക്ക് ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഷ്ടപ്പെട്ടതിനുള്ള ഫലം എന്തായാലും നമുക്ക് കിട്ടും. അപ്പം അത് എവിടെ നിന്ന് വന്നു എന്നല്ല, നമുക്ക് എന്തായാലും കിട്ടിയിരിക്കും. അപ്പം എന്ത് ചെയ്യുക? എല്ലാവരും പഠനം മാത്രമല്ല, റിവിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. പഠിക്കുക, അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക. പഠിച്ച ശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ എന്താണോ പഠിച്ചതെന്നുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ നോളജ് ഇങ്ങനെ വരിക, അതായത് ഇങ്ങനെയാണല്ലോ എന്നുള്ള കാര്യങ്ങൾ വരിക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് നമ്പേഴ്സ് അവൈലബിൾ ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരു ഓൺ എക്സാമിനേക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എന്തായാലും വൈകാണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പഠിക്കുക. പഠിച്ച് എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങിച്ച് ഓൺ എക്സാമിന് നല്ല മാർക്ക് വാങ്ങുക. അതുപോലെ തന്നെ പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് വാങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഓൺ എക്സാമിനേഷൻ. താങ്ക് യു.